പ്രസ് നാടകാസ്വാദന കളരി സവിനയം കാഴ്ചവെക്കുന്ന ലഘുനാടകം ആരംഭിക്കുന്നു. ദ നെഗറ്റീവ്. തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയ്ക്ക് ലഭിക്കുന്ന അല്പസമയങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ നാം ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾക്കായി ഒരുക്കുന്ന ചില രേഖപ്പെടുത്തലുകൾ മാത്രമാണിത്. ഈ സംരംഭത്തിൽ ഉൾപ്പെട്ടവരാരും ഈ മേഖലയിൽ മുൻ പരിചയമുള്ളവരോ പ്രൊഫഷണലുകളോ അല്ല എന്നുകൂടി പറയട്ടെ. തെറ്റുകളുണ്ടാവാം, ക്ഷമിക്കുക. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ലഹരിക്കടിമപ്പെട്ട വ്യക്തിയുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട ഡോക്ടർ കുമാരി വന്ദനാദാസിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു. കയുന്ന ലോകമേ കറുപ്പിന്റെ നിഴലിലായി പിടഞ്ഞു മരിക്കും യുവത്വത്തിൻ സാക്ഷിനി. യുഗയുഗാന്തര ജന്മസാഫല്യമില്ലാതെ ലക്ഷ്യം മറന്നോടും സൃഷ്ടിതൻ വൈഭവ കാഴ്ചകൾ. സ്നേഹമതല്ല, സ്നേഹബന്ധങ്ങളുമല്ല, ലഹരിയാണ്, ലഹരിയാണ്, ലഹരിയാണു ജീവിതം. ഉന്മത്തമാകും സംരക്ഷണത്തടവറകളിൽ അമ്മതൻ താരാട്ടൊരു ദീനരോദനമാകുന്നു. നെഞ്ചോടു ചേർത്തു വളർത്തിയ പൊന്മക്കൾ ലഹരി തൻ നെഞ്ചെരിയുന്ന വഴികളിലലയുന്നു. ഗുരുത്വങ്ങളില്ലാതെ പൈതൃകം മറക്കുന്ന യുവതലമുറയൊരു ശാപമായി ഭവിക്കുന്നു. നന്മതൻ സന്ദേശവാഹിയാമുദയങ്ങൾ മോഹവലയങ്ങൾ തൻ മായകളിലസ്തമിക്കുന്നു. മോഹവലയങ്ങൾ തൻ മായകളിലസ്തമിക്കുന്നു. മോഹവലയങ്ങൾ തൻ മായകളിലസ്തമിക്കുന്നു. കണ്ടില്ലേ, ഒരു വർഷത്തിനിടയ്ക്ക് രണ്ടാമത്തെ വിദ്യാർത്ഥിയാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. അമ്മയോട് വഴക്കിട്ട് ബൈക്കെടുത്ത് പോയതാണ് മരണത്തിലേക്ക്. ഒരു മൗനജാഥ പോയത് കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ ഒരു ദിവസം ഇതുപോലുള്ള എത്ര മൗനജാഥകൾ നടക്കുന്നു. ഈ കുരുന്നുകൾ പൊലിഞ്ഞു പോകുന്നത് എങ്ങനെയെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ നാടിനെ പിടിമുറുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തിനെ നാം തിരിച്ചറിയേണ്ടത്. ബൈക്ക് അപകടങ്ങൾ, അണക്കെട്ടുകളിലെ മുങ്ങിമരണങ്ങൾ, കൊലപാതകങ്ങൾ. മക്കളെ മാതാപിതാക്കൾ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു. ഇവിടെയെല്ലാം വില്ലനാവുന്നത് ഈ സമൂഹത്തെ ഒരു കരാളഹസ്തം പോലെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ള ലഹരി, മയക്കുമരുന്ന് ഉപയോഗമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതോ ഒരു വലിയ സംഘം, മാഫിയ എന്നൊക്കെ പറയാം. ഇപ്പോഴിതാ ഈ അശ്വിന്റെ മരണം. ഈ നാട്ടിൻപുറത്തെ വിദ്യാലയത്തിൽ പോലും ആവശ്യത്തിന് സാധനം കിട്ടുന്നുണ്ട്. ഇവിടെയും കറങ്ങി നടപ്പുണ്ട് ഏജന്റുമാർ. ഇതെന്താ വിനയം മാഷേ, കേൾവിക്കാരുമില്ലാതെ ഒറ്റയ്ക്ക് പ്രസംഗിക്കുന്നത്? അങ്ങനെയല്ല ഗോപ, നമ്മുടെ അശ്വിന്റെ മരണം, അവനെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചുപോയി. കഷ്ടമായി പോയി മാഷേ. മൗനജാഥയിൽ ഞാനും ഉണ്ടായിരുന്നു. ആ ടീച്ചർക്കുള്ള ഒരേ ഒരു ആശ്രയമായിരുന്നു അവൻ. സോമൻ സാറ് മരിച്ചതിന് ശേഷം മകന് വേണ്ടിയിട്ടായിരുന്നു അവരുടെ ജീവിതം. പക്ഷേ ചെക്കൻ തലയിരിഞ്ഞു പോയില്ലേ? അതെ ഗോപ, ഞാൻ വിരമിക്കുന്ന വർഷം എന്റെ ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അശ്വിൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ അവനെ കണ്ടിരുന്നു. എന്നെ കണ്ട് എനിക്ക് മുഖം തരാതെ മാറിക്കളഞ്ഞു. മാഷോട് ഞാനൊരു കാര്യം പറയാം.
ഇത് ഈ അശ്വനിൽ അവസാനിക്കില്ല. നമ്മുടെ വിദ്യാലയത്തിലെ കുറേയധികം കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളാണെന്ന് റിപ്പോർട്ടുണ്ട്. പരിചയമില്ലാത്ത പലരും ഈ ഓണം കാറാമുറിയിൽ വന്നു പോകുന്നുണ്ട്. രാത്രികളിൽ ഈ പരിസരത്ത് പലതും നടക്കുന്നുണ്ട്. ഗോപ, ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. നിസ്സംഗരായ അധികാരി വർഗം ഉണ്ടാകുമ്പോൾ അവിടെ തിന്ന് തഴച്ചു വളരും. ശരിയാണ് മാഷെ. അതിനുള്ള ഏറ്റവും വലിയ തെളിവല്ലേ പുതിയ സർക്കിൾ ഇൻസ്പെക്ടർ അലക്സ് മാത്തൻ. ഇടിക്കുളയും അലക്സ് മാത്തനും ചേർന്ന് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്. മാത്തനെ കുറിച്ചുള്ള നിരവധി പരാതികൾ ഞാൻ പലയിടത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം തന്റെ സ്വാധീനം ഉപയോഗിച്ച് അയാളെ ഒതുക്കിയിട്ടുമുണ്ട്. മലയോര മേഖലയിലെ തൊഴിലാളികൾക്കായി മാഷ് ഒരു ബോധവൽക്കരണ പരിപാടി നടത്തണമെന്ന് പറഞ്ഞില്ലേ, അതെന്തായി? അത് നടത്തണമെങ്കിൽ പോലീസിന്റെ അനുമതി വേണം. 2 തവണ മാത്രം ഞാൻ ചെന്ന് കണ്ടു. പക്ഷേ അനുവാദം തന്നില്ല. അങ്ങേർക്കറിയാം ആ പരിപാടി ഇവിടെ നടന്നാൽ പണി കിട്ടുക തനിക്ക് തന്നെയാണെന്ന്. ഗോപൻ അറിയുമോ, ഞാൻ വിരമിച്ചതിന് ശേഷവും ഇവിടെ നടക്കാൻ സാധ്യതയുള്ള ഒരു വലിയ അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സ്കൂളിലെ മുതിർന്ന കുട്ടികൾക്ക് വേണ്ടി എത്രയോ ബോധവൽക്കരണ ക്ലാസുകൾ ഞാൻ എടുത്തു. അതെല്ലാം വെറുതെയായി പോയെന്ന് ഈ അടുത്ത കാലങ്ങളിൽ നമുക്ക് തന്നെ ബോധ്യമായില്ലേ? അതെ മാഷെ, സ്കൂൾ വിടുന്ന സമയങ്ങളിൽ ഈ വഴിയിൽ നിൽക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. ബൈക്ക് നിലം വിടുന്ന മട്ടിലാണ് ചെക്കന്മാരുടെ വണ്ടി ഓടിക്കൽ. കഴിഞ്ഞ ആഴ്ച 2ാം വളവിൽ ഒരു ബൈക്ക് മറന്നു. അതിലുണ്ടായിരുന്നതോ ഒരു ചെക്കനും പെണ്ണും. അതിന്റെ പുകിൽ ഇപ്പോഴും തീർന്നിട്ടില്ല. കുട്ടികൾക്ക് സദാചാര ബോധം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും പ്രശ്നത്തിൽ നമ്മളൊന്ന് ഇടപെട്ടാലോ പിന്നെ സദാചാര പോലീസ്, സദാചാര ഗുണ്ട, അങ്ങനെ എന്തെങ്കിലും പേരൊക്കെ ചാർത്തിത്തന്ന് സമൂഹത്തിന് മുന്നിൽ നമ്മളെ നാണം കെടുത്തും. എന്തൊക്കെയായാലും മാഷെ പോലെ ഒരാൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇതിനൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആ 8ാം ക്ലാസ്സിലെ പെൺകുട്ടിയുടെ വിഷയം പുറം ലോകമറിയാതെ സ്കൂളിലും മാതാപിതാക്കളിലും മാത്രമായി ഒതുങ്ങിയത് മാഷിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ഗോപനൊന്ന് ചിന്തിച്ചു നോക്ക്. ആ പ്രശ്നം അലക്സ് മാത്തന്റെ മുന്നിലെങ്ങാനും എത്തിയിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ മാനം വെച്ച് അയാൾ വിലവേശുമായിരുന്നു. ആ കുട്ടി 100% ആത്മഹത്യയിലേക്ക് എത്തുമായിരുന്നു. ശരിയാണ് മാഷെ. കുട്ടികൾക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ചെറിയ അബദ്ധങ്ങൾ തുടക്കത്തിൽ ഒന്ന് തിരുത്തി കൊടുത്താൽ അവർ ചിലപ്പോൾ ജീവിതത്തിന്റെ ശരിയായ പാതയിലേക്ക് വന്നെന്നിരിക്കും. അല്ലാതെ അതിനെ സമൂഹത്തിന് മുന്നിൽ പർവ്വതീകരിച്ച് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കാണതിലുള്ളത്. അവസാനം ഗത്യന്തരമില്ലാതെ അതേ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. പിന്നീട് ഒരിക്കലും ഒരു തിരിച്ചുവരവില്ലാതെ. ഈ അശ്വിനു മുമ്പ് മരിച്ച ജെയ്സൺ, അവന്റെ കാര്യം തന്നെ എടുക്കാം. മയക്കുമരുന്ന് ഉപയോഗത്തെക്കാൾ കൂടുതൽ അവനെ അവർ ഉപയോഗിച്ചത് മറ്റു സ്കൂളുകളിൽ ഇത് എത്തിക്കാനായിരുന്നു. പാവപ്പെട്ടവനായതുകൊണ്ട് അവൻ അതൊരു വരുമാന മാർഗമാക്കി. അവനെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ ആരുമില്ലാതെ പോയി. നമ്മൾ അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ജെയ്സനെ കുറിച്ച് ഞാൻ അറിഞ്ഞ അന്ന് തന്നെ അവനെ ഞാൻ കണ്ടിരുന്നു. ഒരുപക്ഷെ അവൻ നേർവഴിക്ക് വരുമായിരുന്നു. പക്ഷേ അന്ന് രാത്രിയാണ് അവൻ കുളത്തിൽ മുങ്ങി മരിക്കുന്നത്. പോലീസ് ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ചതാണ്. പാവം. അവനെ പോലുള്ള കാരിയർമാർ ഇവിടെ ധാരാളം ഉണ്ടെന്നാണ് പൊതു സംസാരം. വൈകുന്നേരങ്ങളിൽ ഞാനിവിടെ കറങ്ങി നടക്കുന്നത് ഒരു നിരീക്ഷണത്തിന് കൂടിയാണ്. ഒന്നുമില്ലെങ്കിലും കുറെ കാലം ഞാൻ പഠിപ്പിച്ച വിദ്യാലയമല്ലേ. അങ്ങനെ ആവട്ടെ മാഷെ. ഞാൻ എന്തായാലും നമ്മുടെ അശ്വിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഹലോ ഗീതേ, ഞാൻ എത്തുമ്പോ കുറച്ച് വൈകും. എനിക്ക് നമ്മുടെ അശ്വിന്റെ വീട്ടിലൊന്ന് പോകണം. പിന്നെ വായനശാലയിലൊന്ന് കയറി നേരെ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ഞാൻ വാങ്ങിക്കാം. ഓക്കെ. നിയമപരമായ മുന്നറിയിപ്പ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലിയും മറ്റ് ലഹരി ഉപയോഗങ്ങളും ഈ നാടകം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവർ: ഗാനങ്ങൾ ഗീത ശശികുമാർ, സംഗീതം ആലാപനം കരിയന്നൂർ ത്രിവിക്രമൻ നമ്പൂതിരി, മണികണ്ഠൻ പാലക്കാട്, സൗണ്ട് ഡബ്ബിംഗ് കെ വിനോദൻ, RL അജയ്കുമാർ, സതീഷ് കുമാർ പാലക്കാട്, സോയ വിട്ടി, ശ്രീലക്ഷ്മി ശ്രീകുമാർ. രംഗപടം മുഹമ്മദ് റാഫി. ഞങ്ങൾ പ്രത്യേക നന്ദി പറയുന്നു CD ജോസഫ്, E ജിതേഷ്, ടോയ്സൺ സാമുവൽ. ഡ്രാമ കോർഡിനേഷൻ, സാങ്കേതിക സഹായം, രംഗസജ്ജീകരണം KK ഉണ്ണികൃഷ്ണൻ. നാടകാവതരണം ഷൊർണൂർ ഗവൺമെന്റ് പ്രസ് നാടകാസ്വാദന കളരി. രംഗത്ത് സിനി NP, ദർശന ജോർജ്, VV ഹരിദാസ്,
എ ശ്രീനിവാസൻ, കേശവദാസ്, ദാസ് കുളപ്പുള്ളി, കെ സന്തോഷ് കുമാർ, KV ഹരിദാസ്, OK പ്രകാശൻ, സുരേഷ് ബാബു, T ശ്രീകുമാർ. നാടകരചന, സംവിധാനം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എഡിറ്റിംഗ് T ശ്രീകുമാർ. ഇന്ന് പണിയൊന്നുമില്ല കഴിച്ചോ? ഇല്ല. മമ്മദ് മാപ്പന്റെ വീട്ടിലെ കിണർ പണി കഴിഞ്ഞോ? ആ, എന്താടാ ഇന്ന് 2 വിട്ടില്ലേ? ആ ഒരുമ്പട്ട പന്നമോള് പോക്കറ്റിൽ കിടക്കണ പൈസ എടുത്തു. ഞാൻ രാത്രി ചെന്ന് കിടന്നിട്ട് അന്തല്ലാതെ ഉറങ്ങി. ഞാൻ ചെന്നപ്പോ തന്നെ ഓള് കിടികിടി പറയാൻ തുടങ്ങി. ഒന്ന് കൊടുത്തു, എന്നിട്ട് കിടന്നതാ. പണിക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ട് ആ ഗോപാട്ടന്റെ കയ്യിൽ നിന്ന് ₹1 വാങ്ങിയിരുന്നു. അത് ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ചിട്ടാ കിടന്നത്. എടുത്തു വെക്കാൻ മറന്നു. അതപ്പോ പറ്റിയത്. ആ ഒരുമ്പട്ട മോള് അതെടുത്ത് കുട്ടികളെയും കൂട്ടി പുലർച്ചയ്ക്ക് തന്നെ ഓടെ വീട്ടിൽ പോയിരുന്നു. കയ്യും കാലും പറിച്ചിട്ട് നിൽക്കാൻ വയ്യ. ഒരു ₹100 എടുക്കണ്ടോ അശോകേട്ടാ? എടാ, ഞാൻ നിനക്ക് ₹100 എന്നിട്ട് എന്താ കാര്യം? ഇന്ന് ഈ 1-ാം തീയതി നിനക്ക് എവിടുന്ന് സാധനം കിട്ടാനാ? ഇനി ബ്ലാക്കിലെങ്ങാനും വാങ്ങാൻ തന്നെ മിനിമം ₹500 കൊടുക്കേണ്ടി വരില്ലേ? എന്റെ മാതാവേ, തൊലച്ചു. ഇന്ന് അങ്ങനെ ഒരു അടങ്ങിയ ദിവസല്ലേ എന്റെ അശോകേട്ടാ. ഇങ്ങനെ ഒരു 500 തരി. ആ ദാസപ്പന്റെ അടുത്ത് സാധനം ഉണ്ടാവും. ബൈജോ, എത്രന്നാ പറഞ്ഞ? 500. അത് നിനക്ക്. ഇതിനു മുമ്പ് വാങ്ങിയൊരു 10-250 രൂപ എനിക്ക് തരാനുണ്ടല്ലോ. നീ ആദ്യം അതെങ്ങനെ എടുക്ക്. എന്റെ അശോകേട്ടാ, ഒന്ന് ചവത്ത് കുത്തരുത്. ആ മുതലാളി ചെക്കനോട് ഉടക്കിയതിന് ശേഷം എന്റെ അവിടുത്തെ പണി പോയി. ഇപ്പൊ ദിവസേനൊന്നും പണിയില്ല. ഓള് പണിക്ക് പോയിട്ട് ഇപ്പൊ എന്റെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കുടിച്ച് കിടക്കണത്. അതൊന്നും എനിക്ക് അറിയേണ്ട ബൈജോ. എനിക്ക് തരാനുള്ള കാശ് തരാതെ ഒരു 5ന്റെ പൈസ നിനക്ക് തരുമെന്ന് വിചാരിക്കണ്ട. അങ്ങനെ പറയില്ല അശോകേട്ടാ. ഒരു നിവൃത്തിയില്ലഞ്ഞിട്ടാ. എന്തെങ്കിലും രണ്ടെണ്ണം കിട്ടിയില്ലെങ്കിൽ ഞാനിപ്പോ വെറുതെ ചാവും. പൈസ ഒന്നും ഞാൻ നിനക്ക് തരില്ല ബൈജോ. പകരം നിനക്ക് ഞാൻ വേറൊരു സാധനം തരാം. അത് നീ 100 രൂപയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന കൂടുതൽ സാധനമൊന്നല്ല, അതിന് വേണ്ടനാ. ഈ ഒന്ന് നോക്കി നോക്ക്. അതെന്താ അശോകേട്ടാ? അതാണ് പുതിയ മുതല് ബൈജുവോ. ചെക്കന്മാരൊക്കെ ഇപ്പൊ ഇതിന്റെ പിന്നാലല്ലേ. നീ കേട്ടിട്ടില്ലേ കൊച്ചി? ഇത് അവിടുന്ന് കൊണ്ടുവന്നതാ. നീ ആ കയ്യിങ്ങോട്ട് നീട്ടിയേ. ഈ സാധനം പതുക്കെ നിന്റെ നാവിന്റെ അടിയിൽ വെച്ച് നോക്ക്. പിന്നത്തെ കാര്യം ഞാൻ പിന്നെ പറയാം. തൽക്കാലം നീ ഇപ്പൊ ഇതിന് കാശൊന്നും തരും വേണ്ട. അശോകേട്ടാ, അശോകേട്ടോ, നമ്മുടെ സൂര്യനതാ താഴത്തേക്ക് വരുന്നു. എന്തപ്പ ചെയ്യാൻ? ആരെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടേക്ക്, അല്ലെങ്കിൽ ഇവിടെ ആകെ കത്തി നാശാവും. ഇല്ലടാ, ഇതൊക്കെ ആ സാധനം ആയിട്ടോണ്ട് തോന്നുന്നതാ. അശോകേട്ടാ നോക്ക്, എനിക്ക് ചിറക് മുളച്ചു. പറക്കട്ടെ ഞാൻ. പറന്ന് എനിക്ക് തീവണ്ടിയുടെ മുകളിൽ കയറിയിരിക്കണം. മാമന്നൂര് ചെല്ലണം. ഓളയും കുട്ടികളെയും കൊണ്ടുവരണം. ശരി വൈദ്യോ, ഞാൻ പോവാണ്. അശോകേട്ടാ, നിങ്ങളെന്റെ ദൈവം, ഇപ്പൊ എന്തൊരു സന്തോഷം എന്റെ മനസ്സിൽ. നിങ്ങൾക്കറിയോ, എനിക്ക് ഇന്നേ വരെ ഇത്രയും സന്തോഷം ഉണ്ടായിട്ടില്ല. പിന്നെ ലോകം മുഴുവൻ ക്ലിയറായി കാണുന്നുണ്ട്. ഒരു കോട്ട വെച്ചാൽ എനിക്ക് സുഖം കിട്ടില്ല അശോകേട്ടാ. നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട്. കെട്ടിപ്പിടിക്കട്ടെ. മര്യാദയ്ക്ക് നിൽക്ക് കഴിച്ചോ. ആളുകളൊക്കെ നോക്കുന്നുണ്ട്. ഏതാളാ അശോകേട്ടാ? നിങ്ങൾ നമുക്ക് തോന്നിയത് കാട്ടും. രാവിലെ ഒന്ന് ചീറി നനയ്ക്കാൻ ഒരു ചെറ്റുകൾ 5ന്റെ പൈസ തന്നില്ല. നിങ്ങളാ എന്റെ വിഷമം മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ആ ശരി. ഞാനേ കുറച്ച് അരിയൊക്കെ വാങ്ങി വീട്ടിൽ പോകാൻ നോക്കട്ടെ. അരിയൊക്കെ കഴിഞ്ഞെന്ന് അവര് പറഞ്ഞിരുന്നു. ഞാനേ ഇന്നത്തോടെ വെള്ളടി നിർത്തി. ഇനി വഴി കിടക്കണ പരിപാടിയില്ല. എനിക്ക് ഇത് മതി, ഈ മരുന്ന് മതി. ഞാൻ നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാത്താ. ആ അതൊക്കെ ആയിക്കോട്ടെ. പിന്നെ നിന്റെ തോമാച്ചനം വേണമെന്ന് ചോദിക്കും. പിന്നെ വെറും കയ്യോടൊന്നും വരും വേണ്ട. എനിക്കിത് വെറുതെ കിട്ടണമെന്നല്ല. ആയിക്കോട്ടെ അശോകേട്ടാ, ഞാൻ നിങ്ങളൊന്ന് നമസ്കരിക്കുകയും ചെയ്യട്ടെ.
പനിനീർപ്പൂക്കൾ നീയും കാണുന്നുണ്ടോ? ഈണം കിളിതന്നീണം നീയും കേൾക്കുന്നുണ്ടോ? കേട്ടിട്ടുണ്ടാവും, ഇതൊരു വലിയ ചതിക്കുഴിയാണ്. രക്ഷപ്പെടാൻ മുന്നോട്ടായുമ്പോഴും ഇരട്ടി വേഗത്തിൽ ആഴങ്ങളിലേക്ക് വലിച്ചു താഴ്ത്തുന്ന മരണച്ചുഴി. ഒരിക്കൽ രുചിച്ചു നോക്കിയാൽ പിന്നീട് ഒരിക്കലും വേണ്ടെന്ന് വെക്കാൻ തോന്നാതെ ആ മാസ്മരിക ലോകത്ത് വട്ടം കറങ്ങി ശരീരവും മനസ്സും കുടുംബവും തന്റേതെന്ന് പറയാവുന്ന എല്ലാം നഷ്ടപ്പെടുത്തി സമൂഹത്തിന് വേണ്ടാത്തവരായി മരണത്തിലേക്ക് നടന്നെടുക്കുന്നവർ. അഭ്യസ്തവിദ്യനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വേർതിരിവില്ലാതെ സമൂഹത്തിലെ നല്ലൊരു ശതമാനം അവനവനെ നഷ്ടപ്പെടുത്തി വർത്തമാനകാലത്തിൽ സ്വയം പൊലിഞ്ഞു പോകുന്നവരാണ്. പ്രിയേ, പ്രിയേ, എന്നില്ലേ? സമയം കുറയായി. ഒരു മിനിറ്റ് വേഗം പറയാം. നേരെ വൈകി ആ കാലിന്റെ വായിലിരിക്കണൊക്കെ കേൾക്കണം. വീട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ നേരം വെക്കി. 2 ദിവസം കൂടി നിക്കണമെന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് സുഖല്ലേ ബീനച്ചിയെ? വാദം കൂടി. ഇപ്പൊ നീക്കാനും നടക്കാനും അസഹായം വേണം. ഒറ്റ മകളെന്ന് പറഞ്ഞിട്ട് എന്താ? പെറ്റ തലയൊന്നും തെറ്റി യോഗമില്ല. പിന്നെ മരുമകളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സന്ധ്യ നല്ല നോക്കും, അതാണ് സമാധാനം. ബൈജുവേട്ടന്റെ പോക്കറ്റിൽ നിന്ന് 1000 ഉറുപ്പ് എടുത്തിട്ടല്ലേ വീട്ടിക്ക് പോയത്. അത് ഞാൻ ഓൾക്ക് കൊടുത്തു. അമ്മയ്ക്ക് എന്ത് അച്ഛൻ വാങ്ങി കൊടുത്തോളാൻ പറഞ്ഞു. വേണ്ട പ്രിയേച്ചിയൊക്കെ കൊറ കറഞ്ഞു വേണം. ഞാൻ പിന്നെ നിർബന്ധിച്ചു കൊടുത്തു. ഈ ഒറ്റയ്ക്കാണ് പ്രസാദ് കൊണ്ടുവന്നെങ്കിൽ തന്നോ? അത് അതിശയം. ബൈജുവേട്ടൻ ഉച്ചയാകുമ്പോ അങ്ങോട്ട് വരുന്നു. പതിവില്ലല്ലോ, വിളിച്ചു പറയുകയും ചെയ്തില്ല. ചക്കക്കൊരു മാങ്ങയും കൂട്ടി ഒരു ചാറ് വെച്ചതും മുരിങ്ങയിൽ ഉപ്പേരിയും കൂട്ടി ചോറ് കൊടുത്തു. മീനൊന്നും ഇല്ലാതെ പറഞ്ഞിട്ട് സന്ധ്യക്ക് നല്ല വിഷമം. ഞാൻ പറഞ്ഞു, സാരില്ലേടി, മൂപ്പര് പറയാതെ വന്നിട്ടല്ലേന്ന്. അത് പറഞ്ഞപ്പോഴാ എങ്ങനെയുണ്ട് ഇപ്പൊ ബൈജു? ദിവസം വെള്ളം കൂടി ഇപ്പഴുണ്ടോ? ഇന്നലെ എന്റെ ആളെയും കൂട്ടി തിരക്ക് പിടിച്ച് എങ്ങോട്ട് പോയിരുന്നു. മൂപ്പര് വന്നപ്പോ എന്താ അറിയില്ല, നല്ല സ്നേഹത്തിലായിരുന്നു. ലഹരി ഒന്നും ഉണ്ടാക്കില്ല. ബൈജുവേട്ടൻ അങ്ങനെ ഇന്നലെ കുടിച്ചിട്ടില്ല. നല്ല ചിന്നി സന്തോഷം. പക്ഷെ എന്തൊക്കെയോ ഒരു മാറ്റമുണ്ട്. വെറുതെ ഇരുന്ന് ചിരിക്കുക. എന്നിട്ട് ഞാൻ ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് എന്താ ബൈജുവേട്ടാ പ്രാന്തം തോന്നും? ഈ ചൂടാണെന്നല്ലേ എന്താ കൂട്ടാൻ കൊണ്ടുവന്നു? ഓരോ സന്ധ്യ ഒരു കഷ്ണം കുമ്പളങ്ങ വന്നിട്ടായിരുന്നു. ആ മോരിച്ച് കൂട്ടാൻ വെച്ചു. കൊണ്ടാട്ടമുളകും വറുത്തു. മാങ്ങ ചമ്മന്തി അരച്ചു. വടക്കോർത്ത് 2 ചീര മുറിച്ചു തന്നിരുന്നു. അത് മുറിച്ചിട്ടൊരു ഉപ്പേരി വെച്ചു. എന്തേ പോരെ? നമ്മള് ഉണക്കമീൻ എടുത്തില്ലേ? ഹാവിന്റെ മോളെ, എവിടുന്ന് രാവിലെ ഇതൊക്കെ ഒരുക്കാൻ നേരം? കുട്ടികളെ കുളിപ്പിക്കാൻ ചെയ്തില്ലേ? ഉണക്ക മാന്തള് വറുത്തെടുത്തിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അരച്ചു. പിന്നെ അനക്ക് ഇഷ്ടല്ലാത്ത ഉപ്പേരി വഴുതനങ്ക. ഞാൻ മീൻ കൊണ്ടുവന്നു മാത്രം. വഴുതനയെ കൊണ്ടുവന്ന് ഞാനങ്ങ് ക്ഷമിച്ചു. ബസ് കാണില്ലല്ലോ, ഇന്ന് വൈകും. പിന്നെ ബീനിച്ചി, ഞാൻ വഴുതനയുടെ കാര്യം പറഞ്ഞപ്പോ ഓർമ്മ വന്നത്, എന്റെ +2 ടീച്ചർ വഴുതനയെ കൂട്ടാൻ ഇഷ്ടമില്ലാത്ത നായികയുടെ കഥ നോവലിന്റെ കാര്യം പറഞ്ഞിരുന്നു ക്ലാസ്സില്. കണക്ക് പിന്നെ തടിക്കാറുന്നു. ഓരോരോ തോന്നാക്കത് തോന്നിയിട്ടു. ഇതെനിക്ക് നല്ല ബന്ധക്കണക്ക് കിട്ടിയിരുന്നു. തലവന തേച്ചാലും മച്ചാലും പോവില്ല ബീനിച്ചി. സ്കൂളിന്റെ മുന്നില് എന്നും വൈകിട്ട് വന്ന് നിൽക്കുമ്പോ അതന്നെ ജീവിതമെന്ന് തോന്നിപ്പോയി. എന്നോട് പറയാൻ പറഞ്ഞു. എന്തെന്നല്ലെങ്കിൽ വരാത്തെന്ന് മാനേജർ ചോദിച്ചു കേട്ടോ. എന്നും വന്നില്ലെങ്കിൽ പിന്നെ വേറെ ആളെ നോക്കുന്നൊക്കെ പറഞ്ഞ് ചൂടായി. എന്നോട് ഞാൻ വന്ന് പറയുന്ന ആൾക്ക് അറിയാലോ. ഇതൊക്കെ എന്ത് കേട്ടാലും ഇനിയിപ്പോ ഒന്ന് കൊണ്ടാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. 2 കുട്ടികളെ വേറെ കഴിയണ്ടേ? ഈ അടയ്ക്ക് പൊളിച്ച് കിട്ടുന്ന വരുമാനമുള്ളത് വേറെ എന്തെങ്കിലും ഉണ്ടോ? അതാ ബസ് വരണം, വേഗം പോയി. സ്റ്റോപ്പിൽ നിർത്തില്ല പണ്ടാഹത്താലെ, അങ്ങനെ കയറ്റിയാൽ നിർത്തും. പോലെ പോലെ
പക്ഷെ ദുഷ്ടന്മാർ ഒറ്റയെണ്ണം ബസ് സ്റ്റോപ്പിൽ നിർത്തുന്നില്ല. ഒന്നുകിൽ കുറെ അങ്ങോട്ട്, അല്ലെങ്കിൽ കുറെ ഇങ്ങോട്ട്. എന്നെ ശരിക്കും അറിയാനിട്ടാണ്. എന്റെ ഒരു ഒറ്റ ഫോൺ കോൾ മതി ഡ്യൂട്ടിയിലേക്ക് ഓട്ടം തന്നെ അവസാനിപ്പിക്കാൻ. എന്താ ബ്രാഞ്ചി, നല്ല ചൂടിലാണല്ലോ? ബ്രാഞ്ചി അല്ല, ഫ്രാൻസിസ് കനകമല, അങ്ങനെയാണ് ഞാൻ അറിയപ്പെടുന്നത്. ഒരു ബ്രാഞ്ചി? ഓ ക്ഷമിക്കണം ഫ്രാൻസിസ് സാറേ. എന്താണ് രാവിലെ തന്നെ പരിപാടി? മോനോ മാഷേ, ഈ ബസ്സുകളുടെ തോന്നിയ പോലുള്ള സമയത്തുള്ള ഓട്ടം സഹിക്കാൻ പറ്റാതായിട്ടുണ്ട്. 1 മണിക്കൂറിൽ ആകെയുള്ളത് ഒരു ബസ്സാണ്. അതാണിപ്പോൾ അവന്റെ തോന്നിയ സമയത്ത് നേരത്തെ പോയത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. എന്റെ സ്കൂളിലെ കുട്ടികൾ രാവിലെയും വൈകുന്നേരവും ഇത് അനുഭവിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരായ നിങ്ങളോട് പരാതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ലല്ലോ. ഞാനങ്ങ് ഡൽഹിയിലായിരുന്നു കുറച്ചു കാലം. ഇവിടുത്തെ ലേറ്റസ്റ്റ് വിഷയങ്ങളൊന്നും എന്റെ അജണ്ടയിൽ വന്നിട്ടില്ല. ശരിയാണ്, ഇപ്പോൾ അജണ്ടയിൽ വന്നല്ലോ. അതല്ലേ ഇവിടെ മാനം നോക്കി നിൽക്കേണ്ടി വന്നത്. ഈ ഫ്രാൻസിസ് കനകമലയൊന്നും ആക്കിയില്ലേ? എന്നോട് വെറുതെ മുട്ടാൻ നിൽക്കണ്ട, കാസർകോട്ടേക്ക് തട്ടും ഞാൻ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. പാഞ്ചിക്ക് അല്ല, ഫ്രാൻസിസ് കനകമലയ്ക്ക് സ്വയം ഒരു അനുഭവം വന്നപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ എന്നേ ഉദ്ദേശിച്ചുള്ളൂ. അതൊക്കെ ഇവിടെ ഇപ്പോഴെങ്ങോട്ടാ? ഓ, അറിയാത്ത പോലെ നിങ്ങളും നിങ്ങളുടെ വലിയ മാസം ഒക്കെ ചേർന്ന് ചില പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ കനകമലയുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈയുള്ളവന്റെ പേരും അതിലുണ്ടത്രേ. ഉണ്ടായിരിക്കാമെന്നല്ല, ഉണ്ട്. അതിന്റെ തെളിവെടുപ്പിന് വേണ്ടി എന്നെ വിളിപ്പിച്ചിരിക്കുകയാണ് സർക്കിൾ ഓഫീസിലേക്ക്. എവിടേക്ക്? സർക്കിൾ ഓഫീസിലേക്ക്. സർക്കിൾ ഇൻസ്പെക്ടർ അലക്സ് മാത്തന്റെ മുന്നിലേക്ക്. എന്തു നല്ല തമാശ. എനിക്ക് ചിരിക്കാൻ വയ്യ. അതിനിത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു? നിങ്ങളും അലക്സ് മാത്തനും ഇടിക്കുളയും അശോകനും ചേരുന്ന ഒരു മാഫിയ സംഘമല്ലേ ഇപ്പോൾ കനകമലയെ വിഴുങ്ങാൻ പോകുന്നത്? എന്താ മോഹൻ മാസ്റ്റർക്ക് വല്ല സംശയമുണ്ടോ? നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ മാഫിയ സംഘമുണ്ടല്ലോ, ഞാനടക്കമുള്ള ഈ മാഫിയ സംഘം ചിലപ്പോൾ ഈ കനകമലയെ വിഴുങ്ങിയിരിക്കും. അത് തടയാൻ നിങ്ങളെ കൊണ്ടെന്നല്ല, നിങ്ങളുടെ വിനയമാശയെ കൊണ്ടുപോലും സാധിക്കുകയില്ല. അതൊക്കെ പാഞ്ചിയുടെ യുവസുഖനം മാത്രമാണ്. പൊട്ടക്കുളത്തിൽ കിടക്കുന്ന തവളയുടെ വിചാരം ഈ കുളം മാത്രമാണ് ലോകമെന്നാണ്. എന്നാൽ അതല്ല. ഞാനൊരു വിഡ്ഢിയാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഞാൻ എന്തായാലും അങ്ങനെ പറയുന്നില്ല. എന്തായാലും നിങ്ങളുടെ വിനയമാശോട് ഒന്ന് കരുതിയിരുന്നോളാൻ പറ. ഈ കനകമല ചുരത്തിന് 12 വളവുകളുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയേക്ക്. പ്രാഞ്ചി, വിനയമാഷ് ഒരു വ്യക്തി മാത്രമല്ല ഇന്ന്. പഴയ കനകമലയെ തിരിച്ചു കൊണ്ടുവരുവാൻ അദ്ദേഹം നടന്ന പ്രവർത്തനങ്ങളിൽ കൂടെ നീക്കാൻ വലിയൊരു സമൂഹം ഇന്നിവിടെയുണ്ട്. എന്ത് സമൂഹം? ജേക്കബ് മുതലാളിയെ തോട്ടത്തിൽ പണിയെടുക്കുന്ന പട്ടിണിക്കാരോ? കാൽ കാശിന് വകയില്ലാത്ത അവറ്റകളെ കണ്ടിട്ടാണോ വിനയൻ മാഷ് ഇതിലേക്ക് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്? അതെ, പട്ടിണിപ്പാവങ്ങളാണെങ്കിലും ആത്മശുദ്ധിയും നെറുകേടിനെതിരെ പോരാടാനുള്ള ചങ്കുറപ്പും ഇന്നവർക്കുണ്ട്. അതിന് കാരണം വിനയൻ മാഷ് തന്നെയാണ്. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇന്നൊരു സർവകക്ഷി യോഗമുണ്ടല്ലോ. എന്താ നിങ്ങളുടെ അജണ്ട? ഓ, അജണ്ട അത് ഫ്രാൻസിസ് കനകമലയ്ക്ക് ഞാൻ തന്നെ പറഞ്ഞു തരണോ? പിള്ളേര് പറഞ്ഞിരുന്നു കനകമലയിലെ മാഫിയയെ ഒതുക്കൽ. ഒതുങ്ങിയത് തന്നെ. എന്താ സംശയം? ഒതുങ്ങിയില്ലെങ്കിൽ ഒതുക്കും. കൊച്ചുകുട്ടികളെ പോലും വെറുതെ വിടാതെ മയക്കുമരുന്നിന്റെ ലഹരിയിൽ തളച്ചിടാൻ ശ്രമിക്കും. പട്ടിണിപ്പാവങ്ങളെ ചൂഷണം ചെയ്ത് നിന്റെയും ജേക്കബിന്റെയും ബ്ലേഡ് മാഫിയ തടിച്ചു ഒഴുകുന്നു. ഇതിനെല്ലാം ഇവിടെ അറുതിയുണ്ടാകും. എന്താ സംശയമുണ്ടോ പാഞ്ചിക്ക്? മാസക്കുള്ള ബാക്കി ഞാൻ പിന്നെ തരാം. ഇപ്പൊ എനിക്ക് ടൈമില്ല, ബസ് വന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, കനകമല പഞ്ചായത്ത് ഓഫീസിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. ഈ അടുത്ത കാലത്തായി കനകമല പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങൾക്കും ലഹരി ഉപയോഗത്തിനും അറുതി വരുത്തുന്നതിനു വേണ്ടി ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കനകമല ഹൈസ്കൂൾ പരിസരത്ത് വെച്ച് നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ എല്ലാ നല്ലവരായ നാട്ടുകാരും പങ്കെടുക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നു. യോഗത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നതായിരിക്കും. ആരാ? ഇതുവരെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇന്നത്തെ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വന്നതാണോ? സർ, ഞാൻ സാജൻ കല്ലട, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. സാർ ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ലേ? അതിന്റെ വ്യക്തമായ പ്രൊഫൈലുണ്ട്, സാജൻ കല്ലട. ഞാൻ ഫേസ്ബുക്ക് ഒന്നും ഉപയോഗിക്കാറില്ല.
എന്റെ കയ്യിലൊരു പഴയ ചെറിയ ഫോണാണുള്ളത്. അത്യാവശ്യങ്ങൾക്ക് വിളിക്കാൻ വേണ്ടി മാത്രം. എന്താണ് സർ, ലോകത്തിലെ മാറ്റങ്ങൾക്കൊത്ത് ചലിക്കാൻ നാം പഠിക്കണം, അല്ലെങ്കിൽ പിറകിലായി പോകും. എല്ലാവർക്കും പിറകിൽ. എനിക്കങ്ങനെ മത്സരിച്ച് എവിടെയും ഒന്നാമതെത്തേണ്ട. ഈ ചെറിയ നാട്ടിൻപുറത്ത് ഇവിടുത്തെ നന്മകളൊക്കെ അറിഞ്ഞ് ഇതിന്റെ ഭാഗമായി അങ്ങനെ അവസാനിക്കണം, അത്രമാത്രം. ഇതാണ് നാട്ടിൻ പുറത്തുകാരുടെ കുഴപ്പം. ആധുനികതയെ അവർ അംഗീകരിക്കുന്നില്ല. എന്തിനും അവരുടെ ഒരു പഴഞ്ചൻ കാഴ്ചപ്പാട് കാണും. അതിൽ നിന്നും അവർ മുക്തരാവില്ല. നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ. എന്നെ എന്തു വേണമെങ്കിലും പറയാം. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു പാവം റിട്ടയർഡ് അധ്യാപകൻ. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇവിടെ ആരെ കാണാൻ വന്നതാണ്? അത് ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ, കുറെ യാത്രകൾ, അങ്ങനെ ഈ വഴിയും വന്നു. ശരി, സമ്മതിച്ചു. പക്ഷേ ഇനി നിങ്ങൾ എവിടെ പോകാൻ? ഈ കനകമലയിലേക്ക് ഇനി ഒരു ബസ് വരാനോ ഇവിടെ നിന്നൊരു ബസ് പോകാനോ ഇല്ല. അത് കുഴപ്പമില്ല. എന്റെ ഒരു സുഹൃത്ത് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. ആരാണ് ആ സുഹൃത്ത്? എന്താണ് അയാളുടെ പേര്? ഒരുപക്ഷെ ഞാൻ അറിയുന്ന ആളായിരിക്കും. നിങ്ങൾ എന്നെ ഒരു പോലീസ് മുറയിൽ ചോദ്യം ചെയ്യുകയാണല്ലോ. ചിലപ്പോൾ വേണ്ടിവരും. കാരണം വെറും നന്മ മാത്രം വെളിഞ്ഞിരുന്ന ഈ ഗ്രാമത്തിൽ അശാന്തിയുടെ കാർമേഘങ്ങൾ കൂടുകൂട്ടി തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്? എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ സാജൻ കല്ലറ, ഒരു പൊതുപ്രവർത്തകൻ. അത്യാവശ്യം മരുന്ന് വിൽപ്പനയുമുണ്ട്. മരുന്ന് വിൽപ്പനയോ? അതെ, മരുന്ന്. രോഗികൾക്ക് അസുഖം മാറാനുള്ള മരുന്ന്. ഞാനൊരു മെഡിക്കൽ റെപ്പ് കൂടിയാണ്. ഓ, അത് ശരി. നിങ്ങൾക്കറിയാമോ, ഇവിടെ ഈ മലമ്പ്രദേശത്ത് മരുന്ന് എന്ന് കേൾക്കുമ്പോ തന്നെ ഒരു വിറയലാണ്. അതെന്തിനെ? മരുന്ന്, മയക്കുമരുന്ന്. ഒരു ഓണം കേറാ മൂലയായിരുന്ന ഈ ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും ഇന്നത് കിട്ടുന്നുണ്ട്. ഇവിടെ വളർന്നു വരുന്ന പുതിയ തലമുറയിലെ ഒരു നിശ്ചിത ശതമാനം ഇന്ന് ലഹരിയുടെ വേറൊരു ലോകത്താണ്. ഇവിടെ ഇത് ആര് കൊണ്ടുവരുന്നു, എവിടെ നിന്ന് കൊണ്ടുവരുന്നു, ആർക്കെല്ലാം ഇത് കൈമാറുന്നു, ഒന്നും ആർക്കും അറിയില്ല. ഇതൊരു പുതിയ വാർത്തയൊന്നുമല്ല. ലോകത്തിൽ എല്ലായിടത്തും ഇതെല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു പുതിയ വാർത്ത ആയിരിക്കില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം പുതുമയുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ഒരു വർഷത്തിനിടയ്ക്ക് 2 വിദ്യാർത്ഥികളാണ് ആ വിദ്യാലയത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. 2 മരണത്തിനും കാരണം ഒന്ന് തന്നെ, മയക്കുമരുന്ന്. ഞാൻ കേട്ടിരിക്കുന്നത് ഈ സ്കൂളിലെ മിക്ക കുട്ടികളും പട്ടിണിപ്പാവങ്ങളായ കൂലിപ്പണിക്കാരുടെ മക്കളാണെന്നാണല്ലോ. അതെ, അത് മറ്റൊരു ദുരന്തത്തിന് കൂടി കാരണമായിട്ടുണ്ട്. മയക്കുമരുന്നിന് അടിമപ്പെട്ട കുട്ടികൾ പണം കിട്ടാതെ വരുമ്പോൾ മോഷണത്തിനും പണം കിട്ടാനുള്ള മറ്റു വഴികളിലേക്കും ഒക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു. സർക്കിൾ ഇൻസ്പെക്ടർ അറസ്റ്റ് മാറ്റാൻ 2 കുട്ടികളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടല്ലോ, സ്കൂളിൽ ഒരു ലാപ്ടോപ്പ് കാണാതായതിന്റെ പേരിൽ. ഇതെല്ലാം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? കുട്ടികളെ സംബന്ധിക്കുന്ന ഒരു വിവരവും പുറത്തുവിടരുതെന്ന് CI സാറിനോട് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞതാണല്ലോ. കേട്ടോ, നിനക്ക് തരാനൊക്കെ ഞാൻ തരും. ആ ഗുളിക ഒരു നാമം തരും. ബൈജോ തമാശാനൊക്കെയല്ലേ, ആൾക്കാർ കാണുന്നുണ്ട്. നീ നിന്റെ പണിയൊക്കെ അങ്ങനെ പറയില്ല അശോകേട്ടാ. ഇന്ന് നിങ്ങൾ തന്നത് തോമാച്ചനും ദിനേശനും കൊടുത്തു, ബാക്കി ഒന്നുണ്ടായിരുന്നു. അത് ഓരോരുത്തർ അടുപ്പിലിട്ടു. പിന്നെ ഒരു കാര്യം ബൈജോ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നാട്ടുകാരുടെ മുഴുവൻ പറഞ്ഞു നടക്കരുതെന്ന്. എന്താ അശോക പ്രശ്നം? ഗൗരവമുള്ള വല്ലതുമാണോ? ബൈജു ആകെ വിഷമത്തിലാണല്ലോ. അത് പിന്നെ വിനയമാഷേ, ബൈജു എന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടമായിട്ടുണ്ട്. അതിന്റെ കാര്യം പറഞ്ഞുതരാം. അശോകേട്ടാ, നിങ്ങൾ നുണ പറയരുത്. കാശായിട്ട് വാങ്ങിയൊന്നല്ല. പിന്നെ എങ്ങനെ വാങ്ങി? ബൈജോ, നീ ഒന്ന് മണ്ടായിരിക്കും. അല്ല, ബൈജു പറയട്ടെ. അത് പിന്നെ കാശിന് പകരം മറ്റെന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും. അയാൾക്ക് ചിലപ്പോൾ അത് പറയാൻ മടിയുണ്ടാവും. നിങ്ങളത് വിട്ടേക്ക്. അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല. ഈ ബൈജുവിന്റെ കുടുംബത്തെക്കുറിച്ചും ഈ നിൽക്കുന്ന അശോകനെ കുറിച്ചും എല്ലാം എനിക്ക് നന്നായി അറിയാം. ഈയിടെയായി സമനില തെറ്റിയ പോലെയാണ് ബൈജുവിന്റെ പെരുമാറ്റമെന്ന് അവന്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പിടിച്ച് രാമേശ്വരത്തിന് കയറുക. വൈകുന്നേരം എങ്ങനെയും കാശുണ്ടാക്കി ഞാൻ വരും. അപ്പൊ എനിക്ക് സാധനം കിട്ടണം. അശോക, വൈകുന്നേരം വരെ അധ്വാനിച്ച് കിട്ടുന്ന കൂലിയിൽ നിന്ന് അല്പം എടുത്ത് കുറച്ച് കള്ളും കുടിച്ച് ബാക്കി കൊണ്ട് കുടുംബം പോറ്റിയിരുന്നവനാ ബൈജു. അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. ബൈജുവിനെ മനോരോഗാശുപത്രിയിലാക്കണമെന്ന് നീ പറഞ്ഞില്ലേ?
അവനെ ഈ ഗതിയിലാക്കിയത് നീയല്ലേ അശോക? എന്താണ് സാർ, ഒരാൾക്ക് മറ്റൊരാളെ ഭ്രാന്തനാക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഈ മാഷക്കാ ഭ്രാന്ത്. ബൈജുവിനെ ഞാനെന്ത് ചെയ്തിട്ടാ? ബൈജുവിനെ മാത്രമല്ല, തോമാച്ചനും ദിനേശനും അടക്കം തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒത്തിരി പേരെ നീ വലയിലാക്കിയിട്ടുണ്ട്. അതിന്റെ കൃത്യമായ വിവരങ്ങളും എന്റെ കയ്യിലുണ്ട്. അശോക, നീ കരുതിയിരുന്നോ? ഈ സാറ് ഞാൻ കരുതിയതുപോലെ അല്ലല്ലോ. രാജൻ സാറേ, വിജയമാഷ് പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ ഒന്ന് കരുതിയിരിക്കാം അല്ലേ? അപ്പോ നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലേ? അശോക, താൻ പോകാൻ നോക്ക്. എനിക്ക് സാറുമായി കുറച്ച് ഡീലിങ്സ് ഉണ്ട്. അപ്പൊ വിനയമാഷ് അങ്ങനെ ആവട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ വിഷയം പറയൂ. സ്കൂൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തിയാൽ യാതൊരു കാരണവശാലും അതിന്റെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് സർക്കിൾ ഇൻസ്പെക്ടറോട് ഞങ്ങൾ പറഞ്ഞിരുന്നാണല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞത് അപ്പടി അനുസരിക്കുന്നവനല്ലേ CI അലക്സ്മാത്തൻ. പക്ഷേ എന്നോട് മാത്രം സാർ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഈ വിവരം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എന്നാൽ കേട്ടോളൂ. സ്കൂളിൽ നിന്നും ലാപ്ടോപ്പ് മോഷിച്ചതിന്റെ പേര് 10ാം ക്ലാസ് വരെ 2 പേർ, ഒരു ശ്യാം സത്യനാഥൻ, പിന്നെ ഒരു അനൻ തോമസ്. ഇവർ 2 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ, ഈ വിവരങ്ങളൊക്കെ അപ്പോൾ എനിക്ക് കൈമാറാൻ ഇവിടെ ഒരാളുണ്ട്. കനകമലയിലെ കിരീടം വെക്കാത്ത രാജാവ് ജോൺ ജേക്കബ്. നിങ്ങളൊക്കെ കണ്ടാൽ മുട്ടിവെക്കുന്ന ജേക്കബ് മുതലാളിയുടെ പുന്നാര മോൻ ജോൺ ജേക്കബ് ഇടിക്കുട. അവൻ ജോൺ ജേക്കബ് ഇവിടെ കനകമലയിൽ എത്തിയിട്ടുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ലോകത്ത് നടക്കുന്നതൊന്നും നിങ്ങൾ അറിയുന്നില്ല. ജോൺ ജേക്കബ് ഇവിടെ എത്തിയിട്ട് ഒരാഴ്ചയായി. അവനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഒരുമയോടെ പണിയെടുത്ത് ജീവിച്ചിരുന്ന ഈ മലയിലെ തൊഴിലാളികളെ തമ്മിൽ തല്ലിച്ചവനാണ് അവൻ. പണം കൊടുത്തും മദ്യം കൊടുത്തും എതിർക്കുന്നവരെ വശത്താക്കി, പെൺകുട്ടികൾക്ക് ധൈര്യമായി വഴി നടക്കാൻ പാടില്ലാതാക്കി, ക്രൂരതയുടെ കാര്യത്തിൽ അച്ഛനെ കടത്തിവിട്ടുന്നവനായി അവൻ വളർന്നു കഴിഞ്ഞു. ആദ്യം നിങ്ങളൊന്നറിയണം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുതലാളിമാരുടെ എഴുതപ്പെടാത്ത നിയമങ്ങളാണ്. മുതലാളിമാർ അവരുണ്ടെങ്കിലേ തൊഴിലാളികളുള്ളൂ. അവർ കൂലിയായി കൊടുക്കുന്ന നക്കാപ്പിച്ച കാശുണ്ടെങ്കിലേ ഇവറ്റകളുടെ കൂരകളിൽ അടുപ്പ് പുകയും. അപ്പോ പിന്നെ അവർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരില്ലേ? നിങ്ങൾ സാമൂഹ്യ പ്രവർത്തകനാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ നാവിൽ നിന്നാണോ ഈ അസംബന്ധങ്ങളൊക്കെ വീടുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ലജ്ജ തോന്നുന്നു. സാമൂഹ്യ പ്രവർത്തകൻ, അതെ, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ. ശരിയാണ്. ഈ പാവം മുതലാളിമാരും സമൂഹത്തിന്റെ ഭാഗമല്ലേ സർ? ഇതാണ് നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനമെങ്കിൽ ഈ സമൂഹത്തിന് മുന്നിൽ നിങ്ങളെ ഞാൻ തുറന്നു കാണിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പുതുതലമുറയിലെ ശിഷ്യന്മാർ ഇന്നെനിക്കുണ്ട്. എന്നാൽ നിങ്ങൾ അതൊന്ന് ചെയ്ത് കാണിക്കുക. ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ സോഷ്യൽ മീഡിയ ഏതുമാകട്ടെ, എനിക്കിതേ നിങ്ങളൊരു പോസ്റ്റ് ഇട്ടാൽ കേരളത്തിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകൻ സാജൻ കല്ലടയെ അപകീർത്തിപ്പെടുത്തിയതിന്റെ പേരിൽ അതേ സോഷ്യൽ മീഡിയ നിങ്ങൾക്കെതിരെ പൊങ്കാലയിടും. ഒരു പോസ്റ്റ് ഇട്ട് നോക്ക്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇന്നത്തെ കാലത്ത് ജനപ്രീതി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ ഒരു പൊതുവിഷയത്തിൽ ഇടപെട്ടുകൊണ്ടോ ഒന്നുമല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. പണം വാരി വിതറി ഒരു സംഘത്തെ കൂടെ നിർത്തി അതിന്റെ മുന്നിൽ നടന്ന് ജനപ്രീതി ഉണ്ട് എന്നൊരു പുകമറ ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷെ നിങ്ങൾ ഒന്നോർത്തോളൂ, കൃത്രിമമായി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പേര് പെരുമയുണ്ടല്ലോ, ചീട്ടുകൊട്ടാരം പോലെയാണ്. സെക്കൻഡുകൾ മതി അത് തകർന്നടിയാൻ. അത് നിങ്ങളുടെ സിദ്ധാന്തം. അതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പണവും പദവിയും ഉള്ളവർ കൂടെയുള്ളിടത്തോളം ഇതിനൊന്നും ഒരു കൂട്ടവും തട്ടാൻ പോകുന്നില്ല. എന്റെ തല പെരുക്കുന്നു. ഇനി ഞാൻ അധിക നേരം ഇവിടെ നിന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. അങ്ങനെ എന്റെ റൂട്ടിലേക്ക് കയറി വാ സാറേ. തല പെരുക്കൽ, തലവേദന, ദേഷ്യവരം, ഇതിനെല്ലാം പറ്റിയ ഒറ്റ മുടി എന്റെ കയ്യിലുണ്ട്. ഒരെണ്ണം വായിട്ടാൽ മതി, എല്ലാം ശരിയാവും. ഇത് ഹോമിയോ മരുന്നല്ലേ? മരുന്നിന്റെ പേര് അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. ഹോമിയോ മരുന്ന്, അലോപ്പതി മരുന്ന്, ആയുർവേദ മരുന്ന്, മയക്കുമരുന്ന്, അങ്ങനെ എന്തും. അത് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ആദ്യ കച്ചവടമായതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി തരുന്നു. അതെന്ത് മരുന്നായാലും എനിക്ക് ആവശ്യമില്ല. വേണ്ട, അല്ലെങ്കിലും ആള് പഴഞ്ചനായി നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല.
ഇതാവശ്യമുള്ളവർ എന്നെ തേടി ഇവിടെ വരും. ഇടിക്കുള. ഹായ് മിസ്റ്റർ ഇടിക്കുള, നിങ്ങൾ എവിടെയാണ്? ഇവിടെ ഈ കനകമലയിൽ നിങ്ങൾ കാണുന്നിടത്തും കാണാത്തിടത്തും എല്ലായിടത്തും ഞാനുണ്ട്. ഓ, സർവ്വവ്യാപി. അങ്ങനെ കാണാൻ എനിക്ക് തിടുക്കമുണ്ട് കേട്ടോ. തിരക്ക് കൂട്ടണ്ട, എന്റെ ഒരു ദൂതൻ ഇപ്പോൾ അവിടെ എത്തും. അവനോടൊപ്പം സുരക്ഷിതമായി ഇവിടെ എത്തുക. വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറ തന്നെ താങ്കൾക്ക് വേണ്ടി ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ രകനെ അശോകൻ തേടി പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പരീക്ഷണങ്ങൾ ഇവിടെ നടത്താൻ പറ്റൂ. നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം സജ്ജമായിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് വേട്ടയാടാനുള്ള മാൻപേടകൾ വേട്ടക്കാരനെ കാത്തിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ആളെത്തിയാൽ ഞാൻ ഉടനെ പുറപ്പെടാം. നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്? ആവശ്യക്കാർക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ചും പരീക്ഷണത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. അതെന്താണ്? അശോകനെ കുറിച്ചും സംസാരിച്ചല്ലോ. ഈ കനകമലയുടെ പേടി സ്വപ്നങ്ങളാണ് ജോൺ ജേക്കബും അശോകനും. പിന്നെ ഈ ഫ്രാൻസിസ് കനകമലയും ഇത് വന്നല്ലോ, പുതിയൊരാൾ കൂടി. നിങ്ങളാരാ? അത് പ്രാഞ്ചി, കനകമലയുടെ മുഖ്യമന്ത്രിയാണ്. പിന്നെ മാഷേ, ഈ ഫ്രാൻസിസ് കനകമലയെ നിങ്ങൾ കൊച്ചാക്കല്ലേ. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് എന്നെ അറിയാം. എനിക്ക് ഇയാളെ അറിയാം, പക്ഷേ ഇയാൾക്ക് എന്നെ അറിയില്ല. അതാണ്. നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? ഞാൻ സാജൻ കല്ലടയെ അന്വേഷിച്ചിറങ്ങിയതാണ്. 5-ാം വളവിൽ ചുരമിടുന്നു. ഒരു വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെയെങ്കിൽ എന്റെ കാര്യം കുഴയുമല്ലോ. ഒരു കുഴച്ചിലുമില്ല. എന്നെ ഇടിക്കുള സാർ പറഞ്ഞു വിട്ടതാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. ഏതു ചുരമിടിഞ്ഞാലും ഞങ്ങളുടെ വണ്ടികൾ എത്തേണ്ടതൊക്കെ എത്തും. അല്ലേ വിനയമാഷേ? പ്രാഞ്ചി, നെറുകേടിന്റെ ഒരുപാട് വഴികൾ നിങ്ങളുടെ സംഘം ഇവിടെ വെട്ടിയിട്ടുണ്ട്. എല്ലാം ഈ കനകമലയുടെ നെഞ്ച് കീറി മുറിച്ചുകൊണ്ടാണ്. അതെല്ലാം ഒന്നൊന്നായി അറിയുന്ന കാലം വിദൂരത്തല്ല. മാഷേ, പ്രാഞ്ചിക്ക് സാഹിത്യം അറിയില്ല, പക്ഷേ ഒന്നറിയാം, മാഷ് അധികകാലം മുന്നോട്ട് പോകില്ല. എന്തൊക്കെയാണ് ഫ്രാൻസിസ് പറയുന്നത്? ഓരോരുത്തർക്കും അവരവരുടേതായ സമയം മുകളിലിരിക്കുന്നവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചിലർ അത് നേരത്തെ ഇരുന്ന് വാങ്ങുന്നു. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഞാൻ എത്ര നേരം ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്കാർക്കും കണക്കുകൂട്ടിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ പറഞ്ഞത് തന്നെയാണ് സത്യം. അന്തിമ വിധി അത് തീരുമാനിക്കുന്നത് മുകളിലിരിക്കുന്നവൻ തന്നെയാണ്. ശരിക്കൂടാ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഓ, ആളെത്തി. എന്താണ് സർ, നിങ്ങളുടെ ആളുകളെ പോലെ തന്നെ ഇവിടുത്തെ ചുരത്തിനും ഒരു ഉറപ്പുമില്ലേ? ഞാനിവിടെ കുറച്ച് ദിവസം കാണും. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഐറ്റം, അതുമായി ഞാൻ വരുന്നു. വേജൻസി. സാജൻ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. എന്താണ് ഇടിക്കുളയ്ക്ക് നൽകാനായി നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? അത് പറഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങൾ ശരിക്കും ഒരു ശല്യമായല്ലോ. നിങ്ങൾ പോകുന്നു എന്നല്ലേ നേരത്തെ പറഞ്ഞത്? എന്നാ പിന്നെ ഞാൻ പോയിക്കൂടെ? ഇല്ല, നേരത്തെ ഞാൻ പോകാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്റെ മനസ്സിൽ കടന്നുകൂടിയ സംശയങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുന്നില്ല. പറയൂ, ജോൺ ജാക്കബിന് കൊടുക്കാൻ നിങ്ങൾ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? പറയാം. നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. ഭാവിയിൽ ഒരു കസ്റ്റമർ കൂടി ഉണ്ടാവുന്നത് ഞങ്ങൾക്കും നല്ലതല്ലേ. കേട്ടോളൂ, കനകമലയിൽ ഈ അസമയത്ത് ജോൺ ജാക്കബിന് നൽകാനായി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ സംശയിച്ച അതേ സാധനമാണ്. മയക്കുമരുന്നുകളുടെ കൂട്ടത്തിൽ ഇന്ന് ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും പുതിയ വേർഷൻ. ഒരു തവണ രുചിച്ചാൽ പിന്നെ അവർ ഒരിക്കലും വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കില്ല. ഞങ്ങൾക്ക് ചുറ്റും കിടന്ന് വട്ടം കറങ്ങും. സാറേ, അരുത്. അത് കുംഭസാരക്കൂടല്ല. എനിക്കറിയാം പ്രാഞ്ചി. ഒരു വിനയമാഷി ഇവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചെമ്മീൻ തുള്ളിയ മുട്ടോ, പിന്നെ തുള്ളിയ ചട്ടിയിൽ. അത്രയുള്ളൂ ഏത് കൊമ്പത്തെ മാഷായാലും.
പിന്നെ മാഷോടൊരു കാര്യം പറയാം. ഇവിടെ എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അത് ഞങ്ങൾ തന്നെ നടപ്പിലാക്കും. അരുത്, പട്ടിണി പാവങ്ങളായ അതാത് ദിവസം അന്നത്തിന് പോലും വകയില്ലാത്ത നിഷ്കളങ്കരായ മനുഷ്യരെ നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യരുത്. നിരാലംബരായിട്ട് പോലും വളരെ പ്രതീക്ഷയോടെയാണ് തങ്ങളുടെ മക്കളെ അവർ ആ വിദ്യാലയത്തിലേക്ക് അയക്കുന്നത്. 2 വിദ്യാർത്ഥികളെ നിങ്ങൾ കൊന്നു. ഈ കനകവലയിൽ നിങ്ങൾക്കിത് അവസാനിപ്പിച്ചുകൂടെ? അവസാനിപ്പിക്കാനോ? നിങ്ങൾ എന്ത് വിഡിത്തമാണ് പറയുന്നത്? നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ ഒരു വലിയൊരു ചങ്ങലയാണ്. അതിലെ ഒരു ചെറിയ കണ്ണി മാത്രമാണ് ഈ കനകവല. ഇനിയൊരു പിന്മാറ്റമൊന്നും ഞങ്ങളുടെ അജണ്ടയിലില്ല. ഉണ്ടാവണം. കുറച്ചു ദിവസമായി ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കാരിയർ നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. സാമൂഹ്യ പ്രവർത്തകന്റെ മുഖം മൂടി എറിഞ്ഞ് സമൂഹത്തിലേക്ക് നിങ്ങൾ വമിപ്പിക്കുന്ന വിഷപ്പുക ഈ വായുവിലും മണ്ണിലും കലരാൻ ഞാൻ അനുവദിക്കില്ല. എടുക്കണം അതിന്റെ ബാഗ്. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ഇത് ഞാൻ തരില്ല. ഇത് നിന്റെ കയ്യിലിരിക്കാൻ പാടില്ല. കനകമലയിലെ ഒരു കുഞ്ഞു പോലും ഈ ദുരന്തത്തിനടിമയായി ഇവിടെ മരിച്ചു വിടാൻ ഞാൻ അനുവദിക്കില്ല. നന്മതൻ സന്ദേശവാഹിയാമുദയങ്ങൾ മോഹവലയങ്ങൾ തൻ മായകളിലസ്തമിക്കുന്നു. മോഹവലയങ്ങൾ തൻ മായകളിലസ്തമിക്കുന്നു. മോഹവലയങ്ങൾ തൻ മായകളിലസ്തമിക്കുന്നു. ഞാൻ കാരണം ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞതിൽ എനിക്ക് ഖേദമുണ്ട്. പക്ഷേ ഇവൻ അത് അർഹിക്കുന്നതാണ്. എന്ത് ശിക്ഷയായാലും ഞാനത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. നാടിന്റെ മുക്കിലും മൂലയിലും നിർലോഭം ലഭിക്കുന്ന ഈ വിഷം മൂലമുള്ള ദുരന്തം ഇവിടെ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു തുടക്കമാവട്ടെ ഇത്. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം, ആയുസിന്റെ കാര്യം ഇപ്പൊ തീരുമാനമായി. എന്തായാലും അതിലൊരു 1-ാം സാക്ഷി ആവശ്യമില്ല. അതൊക്കെ വലിയ കൊല്ലാപ്പാണെന്നേ. അറ്റംപ്റ്റാണല്ലോ. അറ്റംപ്റ്റ് അല്ലടോ, മർഡർ. ആള് തീർന്നു. സാറ് ഇവിടെയൊന്നും കണ്ടിട്ടുള്ള ആളല്ലല്ലോ. ആളെയൊക്കെ ഞാനറിയും. ഇടിക്കുളയുടെ സുഹൃത്താണ്. സാറേ, അപ്പൊ മനസ്സിലാവാണല്ലോ. പിന്നെ ഇടിക്കുളയുടെ സുഹൃത്താണെങ്കിൽ സാറുമായിട്ട് നല്ല ടേംസിലാ. വരുന്നവരെ എന്നെ അറിയിച്ചിരുന്നു. ഇയാൾ എവിടുന്ന? എന്താ ഇയാളുടെ കാര്യം? എടോ മഹേന്ദ്ര, അതൊന്നും ഞാൻ പറഞ്ഞാൽ നിന്റെ ഈ ചെറിയ തലയിൽ കീറില്ല. ഈ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറ. ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിലാക്കണം. സാറേ, ഇവിടെ 2 വെടി കൊണ്ടിട്ടുണ്ടല്ലോ. അത് 2 വെടിയല്ല, പോയിന്റ് ബ്ലാങ്ക് ഷോട്ട്. ഒറ്റ എണ്ണം. നെഞ്ചത്തുകൊണ്ട വെടിയുണ്ട വാരിയല്ല തുളച്ച് പുറത്തുപോയി. എന്റെ പൊന്നു കുറിച്ച് മുത്തപ്പനെന്ന് വിളിക്കണ്ടോ? പിന്നെ ജോമനെ, ഈ സറൗണ്ടിങ്സിൽ തന്നെ കാണും വെടിയുണ്ട. അത് തെരഞ്ഞെടുക്കലാണ് തന്റെ ഇന്നത്തെ പണി. ജോമനെ, കണ്ണത്താണെന്ന് നോക്കിയാൽ മതി. എനിക്ക് സാറ് വേറെ പണി തന്നിട്ടുണ്ട്. എടോ, ആ ആളുകളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത്. എവിഡൻസ് ഒന്നും പോകരുത്.
ആരും ഇങ്ങോട്ട് വരണ്ട. പേടിയുള്ളതാണ്. കിട്ടിയാൽ ആരും വിട്ടുപോകരുത്. എന്റെ കയ്യിൽ തന്നെ തരണം. മഹേന്ദ്ര, താൻ വിളിച്ച് ഇൻഫോർമേഷൻ കൊടുക്കോ സ്റ്റേഷനിലേക്ക്. ഓക്കെ സാർ. എന്താ വിനയൻ സാറേ, വലിയൊരു നക്സലേറ്റ് ലുക്ക് ഉണ്ടല്ലോ. മാത്രം സാറേ, ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഓ, അതൊക്കെ സാറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ? അതുകൊണ്ടല്ലേ അദൃശ്യമായിട്ടാണെങ്കിലും അടിയൻ ഇങ്ങോട്ട് വന്നത്. സാറെന്താ എന്നെ കളിയാക്കുകയാണോ? അയ്യോ അല്ലേ, അങ്ങയുടെ മുന്നിൽ ഈ അലക്സ് മാത്തൻ ഒന്നുമല്ലേ. കനകമല പോലീസ് CI അലക്സ് മാത്തൻ നിയമവിരുദ്ധമായി പലതും ചെയ്യുന്നു. തോട്ടം തൊഴിലാളികളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നു. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നു. മയക്കുമരുന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് നിരപരാധികളായ വിദ്യാർത്ഥികളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് മാതാപിതാക്കളിൽ നിന്നും കേസ് ഒഴിവാക്കാൻ എന്ന പേരിൽ കൈക്കൂലി വാങ്ങുന്നു. അങ്ങനെ എത്രയുണ്ട് ഈ പാവപ്പെട്ട CI അലക്സ് മാത്തനെതിരെ നിങ്ങൾ എഴുതി കൂട്ടി പലയിടങ്ങളിലായി എത്തിച്ച പരാതികൾ. ഞാൻ കൊടുത്തിട്ടുള്ള പരാതികളിൽ ഒന്നിൽ പോലും സത്യവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങളുടെ വിശ്വാസം. ഒന്ന് ചോദിച്ചോട്ടെ വിനയൻ സാറേ, ഇത്രയൊക്കെ പരാതികൾ ഉണ്ടായിട്ട് എനിക്കെതിരെ എന്തെങ്കിലും നടപടികൾ എന്തെങ്കിലും ഇതുവരെ ഉണ്ടായോ? അത് നിങ്ങളുടെ മിടുക്ക്. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തുമാകാമല്ലോ ഈ കെട്ടകാലത്ത്. എങ്കിൽ ഒരു നാൾ ഇതിനൊക്കെ എണ്ണി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഓ, എല്ലാം ഞാൻ മനസ്സിൽ മറക്കാതെ സൂക്ഷിച്ചോളാമേ. എവിടെയാണോ മറുപടി പറയേണ്ടത് അവിടെ ഓരോന്നും ഓർത്തെടുത്തു ഞാൻ വിശദമായി പറഞ്ഞേക്കാം. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. മഹേന്ദ്ര, ആദ്യം ആ തോക്ക് വാങ്ങുന്ന ചടങ്ങ് അങ്ങ് നടന്നോട്ടെ. എന്നാ മാഷേ, അങ്ങോട്ട് തുടങ്ങ. സാറേ, സാമൂഹ്യ പ്രവർത്തകൻ എന്ന പേരിൽ ഈ പ്രദേശത്ത് മയക്കുമരുന്ന് കച്ചവടത്തിനായി വന്ന വ്യക്തിയാണ് ഈ കിടക്കുന്നത്. ഇവിടെ സംശയാസ്പദമായി ഇയാളെ കണ്ടപ്പോൾ ഞാൻ ചോദ്യം ചെയ്തു. ഇയാളുടെ ബാഗ് പരിശോധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇയാൾ തോക്കുപയോഗിച്ച് എന്നെ തിരിച്ചാക്രമിച്ച് പിടിവലിക്കിടയിൽ അയാൾക്ക് സ്വയം വെടികൊണ്ടു. അങ്ങനെയാണ് അയാൾ മരണപ്പെട്ടത്. അയാൾ ഇവിടെ കച്ചവടത്തിനായി കൊണ്ടുവന്ന മയക്കുമരുന്നുകളാണ് ഈ ബാഗിലുള്ളത്. ഇതുമായി ഞാൻ സ്റ്റേഷനിലേക്ക് വരാൻ തുടങ്ങുമ്പോഴാണ് സാർ ഇങ്ങോട്ട് വന്നത്. കഥ നന്നായിട്ടുണ്ട്, പക്ഷേ അഭിനയം പോരാ. സാർ, ഇവിടെ നടന്ന കാര്യങ്ങളാണ് ഞാൻ സത്യസന്ധമായി ഇപ്പോൾ പറഞ്ഞത്. മണം കട്ട. ഒരു ക്രൈം സ്പോട്ടിൽ അലക്സ് മാത്തൻ എത്തിയാൽ മണത്ത് കണ്ടുപിടിക്കും മാത്തൻ അവിടെ എന്ത് നടന്നെന്ന്. അങ്ങോട്ട് നോക്ക്. ആ കിടക്കുന്ന ആരാണെന്നറിയാമോ തനിക്ക്? കേരളത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനും ബ്ലോഗറുമായ സാജൻ കല്ലട. അയാൾ ഈ ഓണം കേറാൻ മൂലയിൽ മയക്കുമരുന്ന് വിൽക്കാനെത്തിയെന്ന് താൻ പറഞ്ഞാൽ അത് അതുപോലെ വിശ്വസിക്കാൻ എന്റെ തലയ്ക്ക് ഓളമൊന്നും കയറിയിട്ടില്ല. മഹേന്ദ്ര, എഴുത്ത് കൃത്യമായിരിക്കണം. ഓക്കെ സാർ. എന്നാ വിനയൻ സാർ കൂടി കേട്ടോ. കുറച്ചു നാളുകളായി കനകമലയിലെ സ്കൂളും പരിസരവും മയക്കുമരുന്ന് കച്ചവടത്തിന്റെ കേന്ദ്രമായി മാറുന്നതായി പല സ്കൂളുകളിൽ നിന്നും പരാതികൾ ലഭിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി ഇപ്പോൾ കേസിൽ പ്രതിയായിട്ടുള്ള വിനയൻ മാഷിന്റെ പരാതിയും ലഭിച്ചിരുന്നു. കനകമലയിലെ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സാമൂഹ്യ പ്രവർത്തകനും സർവോപരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയുമായ ശ്രീ സാജൻ കല്ലട കനകമലയിലെത്തുന്നത്. ഇടയ്ക്കിടെ സ്കൂൾ പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ബാഗുമായി കാണപ്പെട്ട വിനയനെ
സാജൻ കല്ലട ചോദ്യം ചെയ്യുകയും പരസ്പര വിരുദ്ധമായ തരത്തിലുള്ള മറുപടി ലഭിക്കുകയും ചെയ്തപ്പോൾ വിനയന്റെ കയ്യിലെ ബാഗ് സാജൻ കല്ലട ബലമായി പിടിച്ചു വാങ്ങി പരിശോധിക്കാൻ ശ്രമിച്ചു. തുടർന്നുണ്ടായ മൽപ്പിടുത്തത്തിനൊടുവിൽ വിനയൻ തന്റെ കൈവശം കരുതിയിട്ടുള്ള തോക്കുപയോഗിച്ച് സാജനെ വെടിവെക്കുകയും സാജൻ മരണപ്പെടുകയും ചെയ്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ബലപ്രയോഗത്തിലൂടെ സാഹസികമായി വിനയനെ കീഴടക്കി അറസ്റ്റു ചെയ്തു. മഹേന്ദ്ര, ക്ലിയർ ആയല്ലോ? അപ്പൊ എങ്ങനെ വിനയൻ സാറേ, പോലെ മാത്ത സാറേ, നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും കൂടി ഈ പ്രദേശത്തെ മുഴുവനും ലഹരിയിൽ മുക്കാനുള്ള ഗൂഢ പദ്ധതികൾ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പുറത്തുവരാൻ രഹസ്യങ്ങൾ ഇനിയും ഏറെയുണ്ട്. അത് നിങ്ങളെനിക്ക് ഇപ്പോൾ ചാർത്തിത്തരാൻ പോകുന്ന കുറ്റങ്ങളുടെ വിചാരണ വേളയിൽ എന്നിലൂടെ പുറം ലോകം അറിയും. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന മഹത്തായ സന്ദേശം ഉൾക്കൊണ്ട ഒരു ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ കോടിക്കണക്കായ ജനങ്ങളിൽ ഒരുവനാണ് ഞാൻ. ശാന്തസുന്ദരമായ ഒരു കനകമറയെ സ്വപ്നം കാണുന്ന 1000 കണ്ണുകൾ എന്നിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ഇവന്റെ മരണത്തിലൂടെ പ്രതീക്ഷയുടെ ഒരു തിരി ഇവർക്ക് മുന്നിൽ ഞാൻ കൊളുത്തിവെക്കുന്നു. അതൊരു 1000 തീപ്പന്തമായി ഇവിടെ കത്തി ഉയരും. ആ തീയിൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും ഇവിടെ പടുത്തുകൾക്ക് ചീട്ടുകൊട്ടാരങ്ങൾ കത്തിയാമരും. അങ്ങനെ ഇവിടെ പുതിയൊരു കനകമല പുനഃസൃഷ്ടിക്കപ്പെടും. അതിനുള്ള തുടക്കമാവട്ടെ നിങ്ങളോടൊപ്പമുള്ള എന്റെ ഈ യാത്ര. പുതുവെളിച്ചം, പുതിയ ലോകം, പുതുപ്രതീക്ഷ തന്നാമ്പുകൾ, പുകമറകൾ നീക്കി നമ്മൾ പുലർന്നിടാം. അമ്മബോധം നന്മ പകരും യുവതയിന്നിൽ തുടിക്കുവാൻ വേണ്ട ചൊല്ലാം ലഹരി മയക്കിയ കുടില ചിന്തകൻ കൊടിയ മനസ്സുകൾ. വ്യർത്ഥമല്ല ഈ ജീവിതം, വെറും സ്വപ്നമല്ല ഈ ജീവിതം. വ്യർത്ഥമല്ല ഈ ജീവിതം, വെറും സ്വപ്നമല്ല ഈ ജീവിതം.